നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്വർണ്ണത്തിളക്കം കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുൻപ് 28% നേട്ടം നൽകിയ സ്വർണം കഴിഞ്ഞ വർഷം 74% കുതിപ്പാണ് നടത്തിയത്. അതായത് കഴിഞ്ഞ ദശകത്തിനിടയിലെ ഏറ്റവും വലിയ കുതിപ്പ്. 2025 തുടക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ നടന്ന സംഘർഷങ്ങളും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച നയങ്ങളും സ്വീകരിച്ച നടപടികളും ആഗോളതലത്തിൽ രാജ്യങ്ങൾ സ്വർണ്ണ നിക്ഷേപം ഉയർത്തിയതും കുതിപ്പിന് കാരണമായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5100 ടൺ സ്വർണമാണ് കേന്ദ്ര ബാങ്കുകൾ വാങ്ങിക്കൂട്ടിയത്. ഇന്ത്യയെ സംബന്ധിച്ച് RBI പലിശ നിരക്ക് 75 ബേസിസ് പോയിന്റ് കുറച്ചതും സ്വർണ്ണവിലയിൽ പിന്തുണച്ചിട്ടുണ്ട്. ഇതോടെ ആളുകൾ ഗോൾഡ് ETF-കളിലും ഗോൾഡ് കോയിനുകളിലുമുള്ള നിക്ഷേപം ഉയർത്തിയിട്ടുണ്ട്. എപ്പോഴും അനിശ്ചിതാവസ്ഥ വരുമ്പോൾ സ്വർണത്തെ തന്നെയാണ് കൂടുതലായും ആളുകൾ ആശ്രയിക്കുന്നത്. ഈ വർഷം ആദ്യ ദിനങ്ങൾ പിന്നിട്ടപ്പോഴും ഇതേ അനിശ്ചിതാവസ്ഥ തുടരുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ആഗോളതലത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾക്ക് തിരശ്ശീല വീഴാത്ത സാഹചര്യത്തിൽ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു പോർഷൻ സ്വർണത്തിനായി മാറ്റിവെക്കുന്നതാണ് ഉചിതം. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ 5 മുതൽ 10% സ്വർണത്തിന് മാറ്റിവെക്കുന്നതാണ് അഭികാമ്യമെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന 3 ഗോൾഡ് സേവിങ്സ് ഫണ്ട് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. SBI ഗോൾഡ് ഫണ്ടാണ് ഇതിലാദ്യം. 2011 അവതരിപ്പിച്ച ഫണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ പ്രസിദ്ധിയാർജിച്ച ഫണ്ടാണ്. ഇന്ന് ഫണ്ട് 10,805 കോടി രൂപയുടെ ആസ്തിയാണ് കൈകാര്യം ചെയ്യുന്നത്. കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ ആണ് ഫണ്ടിനുള്ളത്. 0.1% എക്സ്പെൻസ് റേഷ്യോ. ഫണ്ട് അവതരിപ്പിച്ച കാലം മുതൽക്ക് 10% CAGR വളർച്ചയാണ് ഫണ്ട് കൈവരിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 17% CAGR വളർച്ചയും നേടിയിട്ടുണ്ട്. ഫണ്ടിന്റെ 99.99% ആസ്തിയുടെയും അടിസ്ഥാനം SBI ഗോൾഡ് ETF ആണ്. ഫണ്ടിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപം നടത്തിയിരുന്നുവെങ്കിൽ 10.4% CAGR വളർച്ചയിൽ തുക 4 ലക്ഷം രൂപയായി മാറുമായിരുന്നു. കഴിഞ്ഞ 10 വർഷ കാലയളവിനിൽ 1 ലക്ഷം രൂപ 4,88,000 രൂപയായി മാറുമായിരുന്നു. HDFC ഗോൾഡ് ETF ഫണ്ട് ഓഫ് ഫണ്ടാണ് അടുത്തത്. ഡിസംബർ വരെയുള്ള കണക്കു പ്രകാരം 8,501 കോടി രൂപയുടെ ആസ്തിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.18%. ഫണ്ട് അവതരിപ്പിച്ച കാലം മുതൽക്ക് 10.4% CAGR വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത്. 99% ആസ്തിയും HDFC ഗോൾഡ് ETF-ന്റെ കീഴിലാണ് വരുന്നത്. ഫണ്ട് ആരംഭിച്ച കാലം മുതൽക്ക് 1 ലക്ഷം രൂപ നടത്തിയ വ്യക്തിക്ക് ആ തുക 3,88,000 രൂപയായി മാറിയിട്ടുണ്ടാകും. 10 വർഷം കൊണ്ട് 17% CAGR വളർച്ച കൈവരിച്ചതിനാൽ തുക 4,83,000 രൂപയായും വളർന്നിട്ടുണ്ടാകും. നിപ്പോൺ ഇന്ത്യ ഗോൾഡ് സേവിങ്സ് ഫണ്ടാണ് അടുത്തത്. 2011 മാർച്ചിൽ അവതരിപ്പിച്ച ഫണ്ട് ആദ്യം റിലയൻസ് ഗോൾഡ് സേവിങ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോൾഡ് സേവിങ്സ് ഫണ്ടാണിത്. ഡയറക്ട് പ്ലാനിന് കീഴിലുള്ള ഫണ്ട് 4,849 കോടി രൂപയുടെ ആസ്തിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഫണ്ട് അവതരിപ്പിച്ച കാലം മുതൽക്ക് 10.7% CAGR വളർച്ചയാണ് കൈവരിച്ചിട്ടുള്ളത്. ഫണ്ടിന്റെ 99.99% ആസ്തിയും നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ബീസിന് കീഴിലാണ് വരുന്നത്. ഫണ്ടിന്റെ നിക്ഷേപ വളർച്ച കൂടി ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. 1 ലക്ഷം രൂപ ഫണ്ട് ആരംഭിച്ച കാലത്ത് നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഈ തുക 3,68,000 രൂപയായി വളർന്നിട്ടുണ്ടാകും. 10 വർഷം കൊണ്ട് 17% CAGR വളർച്ചയിൽ 1 ലക്ഷം രൂപ 4,79,000 രൂപയായും വർദ്ധിക്കും. 10 വർഷ കാലയളവിൽ ഫണ്ടുകൾ നൽകിയ വളർച്ച നമ്മൾ മനസ്സിലാക്കി. എപ്പോഴും ഓർക്കേണ്ട കാര്യം, മറ്റെല്ലാ നിക്ഷേപവും പോലെ സ്വർണ്ണവിലയിലും ചാഞ്ചാട്ടം നമ്മൾ കാണുന്നുണ്ട്. അതിനാൽ തന്നെ സ്വർണ്ണവിലയുടെ പ്രകടനം അനുസരിച്ചാകും ഇത്തരം ഫണ്ടുകളും റിട്ടേൺ നൽകുക എന്ന കാര്യം നമ്മൾ മറക്കരുത്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മൊത്തം പോർട്ട്ഫോളിയോയുടെ ചെറിയൊരു ശതമാനം സ്വർണത്തിലേക്ക് നിക്ഷേപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇവിടെ സംസാരിച്ച ഫണ്ടുകൾ CA, CFA പോലുള്ള ക്വാളിഫിക്കേഷനുള്ള വർഷങ്ങളോളം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത പരിചയമുള്ള വ്യക്തികൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. എങ്കിലും നിങ്ങൾ നിക്ഷേപത്തിനായി പരിഗണിക്കും മുൻപ് തീർച്ചയായിട്ടും വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്.